സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പയാണ് വിശുദ്ധ പത്രോസ്ലിഹ. പത്രോസ്ലിഹായുടെ ജീവിതവും ജീവിത സാക്ഷ്യവും എക്കാലത്തും ഒരു പാഠം തന്നെയാണ്. 3 പ്രാവശ്യം യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പത്രോസിനെയും 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിടത്ത് നിന്ന് വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ച് വിശ്വാസത്തിലേക്ക് വരുന്ന പത്രോസിനെയും നമുക്ക് ബൈബിളിൽ കാണാം. ചരിത്രം പരിശോധിച്ചാലും ഈശോയുടെ മരണത്തോട് സാദൃശ്യമുള്ള മരണമാണ് പത്രോസ്ലിഹായുടെയും. പത്രോസ്ലിഹായെ തലകീഴായിട്ടാണ് കുരിശിൽ തറയ്ക്കുന്നതെന്ന് മാത്രം. ഈശോ തൻ്റെ സഭ പത്രോസ് ആകുന്ന പാറമേലാണ് സ്ഥാപിച്ചത്. ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസ്ലിഹ അറിയപ്പെടുന്നു. ഇന്ന് വിശുദ്ധ പത്രോസ്ലിഹായുടെ സിംഹാസനവും സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും ഒക്കെ വത്തിക്കാനിലുണ്ട്. സഭയുടെ ആദ്യ തലവൻ എന്ന നിലയിൽ ദൈവം തൻ്റെ സഭ സ്ഥാപിക്കാൻ പത്രോസിനെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്ന നിലയിൽ പത്രോസ്ലിഹായുടെ ചരിത്രം എന്തുകൊണ്ടും വിശ്വാസ ജീവിതത്തിൽ ഒരു മാതൃകയാണ്. വീണുപോയാലും വീണ്ടും എഴുന്നേറ്റ് ക്രിസ്തുവിന് വേണ്ടി ജ്വലിക്കാനുള്ള മാതൃക. പത്രോസ്ലിഹയെക്കുറിച്ച് കൂടുതൽ അറിയുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ പത്രോസിൻ്റെ ഓർമ്മകളും ജീവിതവും സാക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പെട്രോസ് എനി എന്ന പേരിൽ വത്തിക്കാനിലൊരു എക്സിബിഷൻ ആരംഭിച്ചു. വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയും മൈക്രോസോഫ്റ്റും ചേർന്നാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ബസിലിക്കയുടെ ഉത്ഭവവും നിർമ്മാണവും മുതൽ നൂറ്റാണ്ടുകളായി അതിൻ്റെ എല്ലാ പരിണാമങ്ങളും ഉൾച്ചേർത്തുകൊണ്ടുള്ള ചരിത്രയാത്രയായി കൂടിയാണ് പ്രദർശനം നടക്കുന്നത്. നൂറ്റാണ്ടുകളായി വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയുടെ പരിണാമത്തിൻ്റെ പ്രധാന വശങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഈ പ്രദർശനം തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും നൂതനമായ സന്ദർശനാനുഭവം നൽകുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ബസിലിക്ക കൂടിയാണ് വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. അപ്പസ്തോലന്മാരുടെ തലവനായ വിശുദ്ധ പത്രോസിൻ്റെ ചരിത്രവും ലോകത്തിലെ ഏറ്റവും വലിയ ബസിലിക്കയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവുമാണ് പ്രദർശനം. തന്നെയുമല്ല, ഇതിന് നൽകിയിരിക്കുന്ന പേര് ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ്. പെട്രോസ് എനി എന്നാൽ പത്രോസ് ഇവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. നൂറ്റാണ്ടുകളായുള്ള ദേവാലയത്തിലെ മാറ്റങ്ങൾ ഉൾച്ചേർത്ത് ആത്മീയത, കല, സാങ്കേതിക വിദ്യ എന്നിവ ഇഴചേർന്ന ഒരു യാത്രയാണ് ഈ പ്രദർശനം. ബസിലിക്കയുടെ താഴികക്കൂടത്തെ പിന്തുണയ്ക്കുന്ന തൂണുകളിൽ ഒന്നിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഓക്ടാഗണൽ മുറികൾ എന്ന ഭാഗത്താണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രദർശനം. ടിക്കറ്റുകൾ ഓൺലൈനായും ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയുടെ ഈ യഥാർത്ഥ വെർച്വൽ പുനർനിർമ്മാണം ഓരോ സന്ദർശകന്റെയും ഹൃദയത്തിൽ ആത്മീയമായ പ്രചോദനം നൽകുമെന്നതിൽ തെല്ലും സംശയമില്ല. പെട്രോസ് എനി പ്രദർശനം തീർത്ഥാടകരുടെ മനസ്സിൽ നവമായ ഒരു ചിന്ത സൃഷ്ടിക്കുന്നതിന് സഹായകരമാകുമെന്ന് ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ മൗറോ ഗംബേത്തി പ്രതീക്ഷ പ്രകടിപ്പിച്ചു.